റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണേ. ഒരു മാങ്ങയ്ക്ക് 1/2 കപ്പ് ചിരകിയ നാളികേരമാണ് കേട്ടോ ഈ റെസിപ്പിയുടെ അളവ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വേപ്പില, 2 ചുവന്നമുളക്, അത് വറുത്തിടാനായിട്ടാണ് വേണ്ടത്. 6-7 വെളുത്തുള്ളിയുടെ അല്ലി നീളനെ മുറിച്ചതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് വെച്ചത്, 3 ചുവന്നമുളക്. ഇത് കൂടാണ്ട് നമുക്ക് കടുകും ഉലുവയും കായപ്പൊടിയും കൂടി വേണം കേട്ടോ. ഫസ്റ്റ് നമുക്ക് മാങ്ങ ചതച്ചെടുക്കാം. അരഞ്ഞു പോണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. എപ്പോഴും അച്ചാറ് കൂട്ടാൻ അങ്ങനെയൊക്കെ അല്ലേ പച്ചമാങ്ങ വെച്ച് നമ്മൾ ചെയ്യാറുള്ളൂ. ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. ചോറിനും ചപ്പാത്തിക്കൊക്കെ കിഡിലൻ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ചതയ്ക്കുമ്പോൾ നല്ലോണം കൂടി ചതച്ചോളൂ കേട്ടോ, കഷ്ണങ്ങൾ ഇല്ലാണ്ട്. ഇനി നമുക്ക് നാളികേരം ചതച്ചെടുക്കാം. ചതച്ചെടുത്ത നാളികേരം പ്ലേറ്റിൽ ചേർക്കാം. പാനിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് നല്ലോണം പൊട്ടട്ടെ കേട്ടോ. പൊട്ടിയ കടുക് പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ, 4 ചുവന്നമുളക്, ഇതൊക്കെ വറുത്തെടുക്കാം. ഉലുവയും മുളകും റെഡിയായി. ഇതും ജാറിലേക്ക് മാറ്റിയിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത മിക്സും മാറ്റി വെക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ഓയിലാണ് കേട്ടോ ചേർക്കണേ, നല്ലെണ്ണയല്ല. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് വേപ്പില ചേർക്കാം. 2 ചുവന്നമുളക്, നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായ ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി നല്ലോണം മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചേക്കണ നാളികേരത്തിൻ്റെയും മാങ്ങയുടെയും മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം സിമ്മിൽ വെച്ച് ഇത് നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. മാങ്ങയിൽ ഈർപ്പം പോകണം, നാളികേരത്തിൽ ഈർപ്പം പോയി നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. ഇത്രയ്ക്ക് നമ്മൾ ഡ്രൈ ആക്കണം എന്ന് പറയാൻ കാരണം ഇത് 2-3 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ അല്ലാണ്ട് വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. ഈ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഈ എല്ലാ എണ്ണയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. മാങ്ങ 1/4 ഭാഗം ഡ്രൈ ആയി കിട്ടിയിട്ട് 10 മിനിറ്റോളം വേണ്ടി വന്നിട്ടുണ്ട് ഈ പാകത്തിന് എടുക്കാനായിട്ട്. മാങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങയുടെ പുളി അനുസരിച്ച് ഉപ്പ് ചേർത്തോളൂ കേട്ടോ, അത് തന്നെ ഉപ്പിന്റെ അളവ് പറയാണ്ടിരുന്നത്. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു മഞ്ഞപ്പൊടി മതി, 1/4 ടീസ്പൂൺ ഒന്നും ചേർക്കണ്ട. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, നമ്മൾ പൊടിച്ച് വെച്ചേക്കണ കടുകിൻ്റെ ഉലുവയുടെയും പൊടി ചേർക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. മാങ്ങ 1/4 ഭാഗം ഡ്രൈ ആയതിൻ്റെ ശേഷം വേണം പൊടികളും ഉപ്പും ഒക്കെ ആഡ് ചെയ്യാനായിട്ട്. അടിപൊളി ടേസ്റ്റായിട്ടാ ഈ പൊടി. ചൂട് ചോറിന് വേറെ ഒന്നും വേണ്ട, ഈ പൊടി മാത്രം മതി അങ്ങോട്ട് കൂട്ടി കഴിക്കുക. ഒരു പപ്പടം പോലും വേണ്ട, അത്രയ്ക്ക് സ്വാദുണ്ടാവും ഈ പൊടിക്ക്. ഇപ്പം റെഡി ആയിട്ടാ. ആകെ ഇപ്പം എനിക്ക് എല്ലാം കൂടി തുടക്കം തൊട്ട് അവസാനം വരെ 15 മിനിറ്റ് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ശർക്കരയുടെ പൊടി ചേർക്കുന്നുണ്ട്. ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ശർക്കര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത വഴിക്ക് തന്നെ ഫ്ലെയിം ഓഫ് ആക്കിക്കൊള്ളണം. ശർക്കര വല്ലാണ്ട് ചൂടായി പോകണ്ട. ഇത്രയും ലുട്ട ഒരു മാങ്ങ കൊണ്ട് 2-3 ആഴ്ച നമുക്ക് ഊണിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ പറ്റണ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഒരു വെറൈറ്റിയും കൂടിയാണ്, എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാവും. മാങ്ങ സീസൺ കൂടിയാണ്, അച്ചാർ മാത്രമല്ലാണ്ട് ഇതുപോലെയും കൂടി ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.